ഒരു അറ്റ്മോസ്ഫിയർ, ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് നിൽക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. ഒരു പാർട്ടിയൊക്കെ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടല്ലാതെ വളരെ മിനിമലായി സൈലൻ്റായിട്ട് നടത്താൻ ഇങ്ങനത്തെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ. ഒരു വീടൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള ഒരു ഇൻറ്റീരിയർ, ഈ ഒരു എന്താ പറയുക, ഒരു ബാക്ക് യാർഡൊക്കെ ഇതുപോലൊക്കെ ആക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ? അപ്പോൾ സ്ഥലം മനസ്സിലായോ? നമ്മളിപ്പോൾ ഉള്ളത് കൊയിലേരിക്കടുത്തുള്ള കഫേ ആൻഡ് ക്രാഫ്റ്റിലാണ്. ഞാൻ ഇതുവഴി പോകുമ്പോൾ ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ കണ്ടിട്ട് എന്നും ഇവിടെ കയറണം എന്ന് വിചാരിക്കും. പക്ഷേ ഇന്നാണ് അതിനൊരു മുഹൂർത്തം ഉണ്ടായത്. മുഹൂർത്തം ഉണ്ടായപ്പോൾ ഒടുക്കത്തെ മഴയും പുറത്തെ സീറ്റൊന്നും യൂസ് ചെയ്യാൻ പറ്റണില്ല. നല്ലൊരു കഫേ എന്നതിലുപരി കുറേ പേർ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ വെഡ്ഡിങ്, സേവ് ദ ഡേറ്റ് വെഡ്ഡിങ് റിലേറ്റഡ് ഷൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. നമ്മളന്ന് പോയ ദിവസം അങ്ങനെ 2-3 പേരെ കണ്ടായിരുന്നു. ഒരു അമേരിക്കാനോ ഇവിടെ ഇല്ലേ? അപ്പോൾ നമ്മുടെ ഐറ്റംസ് വന്നു. ഫ്രാപ്പെ, കാപ്പച്ചിനോ, വാനില ഫ്ലേവർ. ഇനി ഒരു ഐറ്റം മിസ്സിംഗ് ആണ്, അതിപ്പോൾ വരും. സൂപ്പർ. ഒന്നങ്ങോട്ടോ മാറിയ താഴെ പോകും. ഒരു അമേരിക്കാനോ, സോറി, ഇതൊരു കാപ്പച്ചിനോ, ഒരു അമേരിക്കാനോ, ഒരു ചിക്കൻ സീസർ സാലഡ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. മൊത്തം ആംബിയൻസ് കണ്ടില്ലേ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. മഴയത്തൊക്കെ നല്ല രസം. പക്ഷെ മഴയത്ത് നമുക്ക് പുറത്തുള്ള സീറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഉള്ളിലുള്ള ലിമിറ്റഡ് സീറ്റ്സിൽ ഇരിക്കേണ്ടി വരും. അതല്ലാതെ ഔട്ട്ഡോറായിട്ട് ഒരുപാട് സീറ്റുകൾ പുറത്തുണ്ട്. അപ്പോൾ മഴയില്ലാത്തൊരു സമയത്ത് ഒരു ഈവനിങ് ടൈം വന്ന് നമുക്ക് ഒരു വൈബടിച്ചിരിക്കാൻ നല്ലൊരു പ്ലേസാണിത്. ഇത്രയാണ് ബില്ല്. ഒരു കോഫി റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ബില്ലാവുമല്ലോ. സോ ദാറ്റ്സ് ഫൈൻ.